Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ spatchcocked roasted chicken റെസിപ്പി കാണാം. സാധാരണയായിട്ട് നമ്മൾ സ്പാച്ച്കോക്ക് ചെയ്യുന്നത് ചിക്കനും ടർക്കിയൊക്കെയാണ്. സ്പാച്ച്കോക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ സ്പൈനിലെ സ്പൈൻ കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്ത് ചിക്കനെ ഫ്ലാറ്റ് ആക്കി കുക്ക് ചെയ്യുന്നതിനാണ് സ്പാച്ച്കോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനിലെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടറിൻ്റെ ഒരു പ്രിപ്പറേഷൻ റെഡിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. 10 അല്ലി വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. അതേപോലെ ഫൈൻ ചോപ്പ് ചെയ്തു. ഇവിടെ ഞാൻ 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാഴ്സ്ലിയും കൂടെ വേണം. ഫ്രഷ് പാഴ്സ്ലിയാണ്. ഫ്രഷ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈഡ് പാഴ്സ്ലി ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ ചേർക്കാം. ഡ്രൈഡ് പാഴ്സ്ലി ഈസിലി അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. ഇതും ഫൈൻ ചോപ്പ് ചെയ്യുക. ഇതും റെഡിയാണ്. ഇത് ഇതിൻ്റെ കൂടെ ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്ലേവേർഡ് ബട്ടർ റെഡിയാണ്. ഇതാണ് നമ്മൾ ചിക്കനകത്ത് മാരിനേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ മിക്സറിലേക്ക് അണിയൻ പൗഡർ ചേർക്കണം. അണിയൻ പൗഡർ 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. അണിയൻ പൗഡർ കയ്യിലില്ലെങ്കിൽ നിങ്ങളൊരു സവാള ഫൈൻ ചോപ്പ് ചെയ്തൊരു 2 ടേബിൾ സ്പൂണൊക്കെ ഇതിനകത്തേക്ക് ചേർത്താൽ മതി. നമ്മുടെ ഫ്ലേവേർഡ് ബട്ടർ റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് ചിക്കൻ സ്പാച്ച്കോക്ക് ചെയ്യുന്ന കാണിക്കാം. അതിനായിട്ട് ചിക്കനെ ഇതേപോലെ വെക്കുക. നല്ല മൂർച്ചയുള്ളൊരു സിസേഴ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ സ്പൈൻ്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ സൈഡും അതുപോലെ കട്ട് ചെയ്യുക. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റോക്കൊക്കെ ഉണ്ടാക്കാൻ, സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പം സ്റ്റോക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. നമുക്ക് എക്സസ് ഉള്ള ഫാറ്റും ഇതേപോലെ റിമൂവ് ചെയ്യാം. സ്പാച്ച്കോക്ക് ചെയ്യാനായിട്ട് ചിക്കനെ ഇതേപോലെ ഇടുക. ഇവിടെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ടേൺ ചെയ്യാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിട്ടും, ഫ്ലാറ്റായിട്ട് കിട്ടും. ഇതിനാണ് സ്പാച്ച്കോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിന് മാരിനേഷൻ കൊടുക്കാം. അതിനായിട്ട് ഒരു ലൈം, രണ്ട് സൈഡിലും കൊടുക്കണം. കുറച്ച് സോൾട്ട്, അതുപോലെ കുറച്ച് പെപ്പറൂടെ. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ നമ്മൾ മൊത്തം യൂസ് ചെയ്യും. 2 സൈഡിലും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതേപോലെ മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ പെപ്പറും സോൾട്ടും കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബട്ടർ ഈ ചിക്കനകത്ത് മാരിനേഷനായിട്ട് കൊടുക്കണം. അതിനായിട്ട് സ്കിൻ ഇതേപോലെ ഒന്ന് തുറന്ന് ഗ്യാപ്പ് കൊടുക്കുക. തൈസിൻ്റെ അവിടെ അതേപോലെ സ്കിൻ ഓപ്പൺ ചെയ്ത് ഈ ബട്ടർ മിക്സ്ചർ അപ്ലൈ ചെയ്യുക. സ്പ്രെഡ് ചെയ്യുക. അതേപോലെ തന്നെ കാലിലും ഇതേപോലെ കൊടുക്കുക. ഈ ബട്ടർ മിക്സ്ചർ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് മീറ്റ് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ബട്ടറിൻ്റെ മിക്സ്ചർ ഇങ്ങനെ പ്രസ് ചെയ്ത് അകത്തേക്ക് എല്ലായിടവും സ്പ്രെഡ് ചെയ്യുക. മറ്റേ കാലിൽ ഇതുപോലെ കൊടുക്കുക.
നമ്മൾ ആ ബട്ടറിൻ്റെ ഫ്ലേവേർഡ് ബട്ടർ നമ്മൾ സ്കിന്നിനകത്തൂടെ ചിക്കൻ്റെ ഫുൾ സൈഡ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ സ്കിന്നിനകത്ത് നന്നായിട്ട് എല്ലാ സൈഡിലും ആ ബട്ടർ മിക്സ്ചർ നന്നായിട്ട് കൊടുത്തു. ഇനി കുറച്ച് മാരിനേഷൻ പുറത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ സ്പ്രെഡ് ചെയ്തിടാം. പാപ്രിക്ക പൗഡർ നിങ്ങൾക്ക് കയ്യിലില്ല എങ്കിൽ നമുക്ക് അതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം സോൾട്ടും പെപ്പറും ലൈമും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ അപ്ലൈ ചെയ്യുക. ഈ ഒരു മാരിനേഡ് തന്നെ 2 സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പം ചിക്കൻ്റെ ബാക്ക് സൈഡിലും മാരിനേറ്റ് ചെയ്യണം. എൻ്റെ ക്യാവിറ്റിയിലും ഒക്കെ നന്നായിട്ട് മാരിനേഷൻ ചെല്ലണം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു ട്രെയിലേക്ക് വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം ട്രെയിലേക്ക് വെക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ്, ഇതൊരു 1 പോട്ട് മീലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് വെജിറ്റബിൾസ് കൂടെ റെഡിയാക്കാം. സ്വീറ്റ് പൊട്ടേറ്റോ തൊലി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകിയ ശേഷം ഉപയോഗിക്കുക. ഈ ഒരു സൈസിൽ കട്ട് ചെയ്യാം. പൊട്ടേറ്റോ അത് ഇതേപോലെ ഓരോന്നും ഒരു സൈഡ് 6 എണ്ണം, ഓരോ സൈഡും 6ആയിട്ട് കട്ട് ചെയ്യുക. തൊലി കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പീൽ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. തൊലിയോടെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ഫ്ലേവർ ആയിരിക്കും. അതുപോലെ ക്യാരറ്റ് ഇതേപോലെ ഇട്ട് കട്ട് ചെയ്താൽ മതി. ഡയഗണലി കട്ട് ചെയ്യുക. ബേബി കോൺ, അണിയൻസ് ഇച്ചിരി കട്ടിക്ക് വട്ടത്തിൽ റിങ്സ് ആയിട്ട് കട്ട് ചെയ്യുക. വെജിറ്റബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്യാം. എല്ലാ സൈഡിലും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇതിലേക്ക് വെളുത്തുള്ളി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി ഞാൻ എൻ്റെ ഔട്ടർ സ്കിൻ കളഞ്ഞ് കഴുകി വെച്ചേക്കുന്നതാണ്. അത് ഓരോന്നും എടുത്ത് തൊലിയോട് കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം. ഇനി വെജിറ്റബിൾസിലേക്ക് മാത്രമായിട്ട് ഉപ്പ്, കുറച്ച് പെപ്പർ, അതേപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒലിവ് ഓയിൽ കൂടെ ഡ്രിസിൽ ചെയ്യാം മൊത്തത്തിൽ. ഇവിടെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് മാത്രം. അടുത്തായിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. നല്ല ചൂടായ അവനിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകണം. ബാക്കി വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡ് ആണ്. അതുവരെ ബേക്ക് ചെയ്തെടുക്കാം. സ്പാച്ച്കോക്ക് ചിക്കൻ നമ്മുടെ അവനിൽ നിന്ന്, എൻ്റെ അവനിൽ 35 മിനിറ്റ്സ് എടുത്ത ടൈം കുക്ക് ആവാനായിട്ട്. ഓരോ അവനിലും കുക്കിംഗ് ടൈം വ്യത്യാസം വരും, എപ്പോഴും ചെക്ക് ചെയ്യുക. നമുക്ക് കാണാം ബട്ടറൊക്കെ മീറ്റിൽ നിന്നുള്ള സ്കിന്നിൽ നിന്നുള്ള ഫാറ്റും ബട്ടറും ഒക്കെ ഇതേപോലെ കിടപ്പുണ്ട് ട്രെയിൽ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസിലൊന്ന് കൂട്ട് ചെയ്യുക. അതേപോലെ എക്സസ് വരുന്ന ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള സോസാണ് ആ ട്രെയിലുള്ളത്. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഫുൾ. അവൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവനിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉടനെ തന്നെ
ഇൻസേർട്ട് ചെയ്യുക. ഏറ്റവും തിക്കസ്റ്റ് പാർട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. 165 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ അത് ചിക്കൻ കുക്ക്ഡ് ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ബ്രൗണിങ് ആയി കഴിഞ്ഞാൽ ചിക്കൻ കുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ 35 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് ബ്രോയിലർ ഓൺ ആക്കാം, ടോപ്പ് കോയിൽ ഓൺ ആക്കാം. എന്നിട്ട് ഒരു ഹൈ ഹീറ്റിൽ 2 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗണിങ്ങും കൂടെ കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് സെർവ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ചിക്കൻ സെർവ് ചെയ്യുക. അപ്പോൾ എക്സസ് സോസ് ഉണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.